ഒരു പ്രേക്ഷകർ കൂടി, ഒരാളല്ല രണ്ടുപേരുണ്ട്. അങ്ങ് അമേരിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അമേരിക്ക. യെസ്, നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നു. വിജി ചേച്ചിയാണെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത്. വിജി ചേച്ചി, ഹായ്. ഹായ്. ചേട്ടന്റെ പേര് കേട്ടില്ല. ചേട്ടാ പേര് പറയൂ. സജി അല്ലേ? യെസ് 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 സജി, വിജി സജി. ആഹാ, കൊള്ളാലോ. നല്ല ഞങ്ങളെ പ്രാപ്രാന്ന് പറയുന്നു. വിജി സജി കൊള്ളാം. എന്തായാലും പ്രജ്വൽ പ്രവേശ നല്ല പരിപാടിയാണ്. ഞങ്ങളിത് സ്റ്റാർട്ടിങ് കൊണ്ട് തുടങ്ങിയതുകൊണ്ട് കാണുന്നുണ്ട്. നേരത്തെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു. ഞങ്ങൾ ഏഷ്യാനെറ്റ് മുതൽ ട്രൈ ചെയ്യുന്ന ഒരു TV ചാനലിൽ ഞങ്ങൾ ലൈവായിട്ട് വരുന്നു. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇന്നൊരു സാഹചര്യം നിങ്ങളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സന്തോഷം. നമുക്കും സന്തോഷം നിങ്ങൾ നേരിൽ കാണാൻ പറ്റിയതില്ല. അമേരിക്കയിൽ എവിടെയാണ്? ഞങ്ങള് ഫിലോട്ടഫിയിലാണ്. എത്ര വർഷമായിട്ട് തീർച്ചയായിട്ടും വരണം. ഇവിടെ എന്തോ അവിടെ ഇപ്പൊ എത്ര വർഷമായി അമേരിക്കയിൽ? ഞങ്ങളിപ്പോ 6 വർഷമായി. നേരത്തെ ഞങ്ങൾ ഡൽഹി സെറ്റിലായിരുന്നു. ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. നാട്ടിലെവിടെയാ? കേരളത്തിലെവിടെയാ? നാട്ടിൽ അടൂർ ഏഴംകുളം എന്ന് പറയും സാർ. ഇപ്പൊ ഇവിടെ ഉച്ചഭക്ഷണത്തിന്റെ ഒക്കെ സമയമാണെന്ന് തോന്നുന്നു. ഉച്ച സമയമായിരിക്കും അല്ലേ? ഇവിടെ ഇപ്പോൾ സമയം 2 മണി 1:50 2 മണി ആവുന്നേ ഉള്ളൂ. നാട്ടിലെ എന്റെ അമ്മയുണ്ട്, പിന്നെ ഒരു സഹോദരി, ചേട്ടൻ, അങ്ങനെ അവരെല്ലാരും ഉണ്ട്. വൈഫിന്റെ എല്ലാവരും വിജയുടെ ഫാമിലീസ് എല്ലാം ഇവിടെ ആണ്. എല്ലാവരും കാണുന്നു. നാട്ടിൽ നിന്ന് എല്ലാവരും കാണുന്നുണ്ടാവും. ഉണ്ടാവും. ഇവിടെ എനിക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്ത മോള് ദിയ, അവളുള്ള നഴ്സിംഗിന് 3rd ഇയർ ആണ്. ഇളയാള് 10th അച്ചു എന്ന് വിളിക്കും വീട്ടില്. ഒഫീഷ്യൽ പേര് ടിറ്റി. ക്ലാസ്സിൽ പോയോ? അവളെ ഒരു ഫ്രെയിം കാണിച്ചോട്ടെ. കണ്ടു. ഹായ്. അപ്പോ എങ്ങനെയുണ്ട് അമേരിക്കയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ? ഇവിടെ നല്ല കാലാവസ്ഥയാണ്. വലിയ തിരക്കാണ്. ചൂട് തുടങ്ങിയെങ്കിലും നമുക്ക് അത്ര പ്രശ്നമായിട്ട് വരുന്നില്ല. ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. നല്ല കാലാവസ്ഥ. ചൂട് വന്നോടെ ഇലക്ഷൻ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഇലക്ഷൻ ചൂടൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ബൈഡന്റെ സാധ്യത? എന്താണ് ചേട്ടൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നത്? ബൈഡനെ ഇപ്പോൾ ഇച്ചിരി അൽബിഷത്തിന്റെ പ്രോളൊക്കെ ഉണ്ടായത് ചിലപ്പോഴേ നിൽക്കത്തുള്ള ന്യൂസ് പറയും. അതെ, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ വൈറ്റ് ഹൗസ് അത് നിഷേധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. നാട്ടിലേക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ട് സാറേ. അതിപ്പോ ഈ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഫ്ലൈറ്റ് ചാർജ് ഒക്കെ ടൂ മച്ച് ആയതുകൊണ്ട് 4 പേർക്കും കൂടി വരണമെങ്കിൽ കുറച്ച് ലക്ഷങ്ങളാവും. 2 വർഷം മുമ്പ് വന്നിരുന്നു. ഇനിയിപ്പോ വരണം. ഓക്കെ. അപ്പൊ വരുമ്പോ വീണ്ടും 24-ന്റെ ഇതുപോലെ വരിക, വിളിക്കുക, നമുക്ക് അല്ലെങ്കിൽ കാണാം. നിങ്ങൾ ഇവിടെ വരുമ്പോ തീർച്ചയായിട്ടും ഒരുപാട് മലയാളികൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും. പിന്നെ എനിക്ക് പരാതി ഉണ്ട്. ഇവിടുത്തെ പ്രവാസികളെ ഇവിടെ ഒരു ഫിലോട്ടഫിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളമാണ്. പക്ഷേ എങ്കിൽ തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലെ മീഡിയകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നത്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം കേരള മീഡിയകളെല്ലാം ഡെയിലി കാണുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. ചേട്ടാ, നമുക്ക് അവിടെ ബ്യൂറോ ഉണ്ട്. നമ്മുടെ 24 USA ടീം അവിടെ ഉണ്ട്. ന്യൂജേഴ്സിയിലാണ് നമ്മുടെ സെന്റർ. മധു കൊട്ടാരക്കരയാണ് അതിനെ ലീഡ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് പരിപാടികൾ വരാറുണ്ട്, കാണാറുണ്ട്. ഓക്കെ. പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ ചർച്ചിന്റെ നാളെ എന്തോ പറയാം, വിജയിച്ചുമാണ് ചേർന്നത്. അവരങ്ങ് അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ